ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് വരുമാനമുണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. കർണാടക ആവശ്യപ്പെട്ടത് നടപ്പിലാക്കുന്നത് അടുത്ത ഇലക്ഷനിലാക്കുക. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ഒരു സന്ദേശമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം റെയിൽവേ വിഭജിക്കുന്നത് ചരിത്രത്തിലാദ്യമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ മുതലെടുപ്പ് കർണാടകയിലും വേവില്ല. കാരണം അവിടെ DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ ഗവൺമെൻറ് മുന്നോട്ട് പോവുക, ജനപ്രിയ ഗവൺമെൻറ്. അപ്പോൾ ഒന്ന് മനസ്സിലായി, ഇനി അടുത്ത ലക്ഷ്യം തമിഴ്നാടും കൂടിയാണ്. തമിഴ്നാടിൽ പുതിയ രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അവിടെയും ഈ റെയിൽവേയെ ദുരുപയോഗപ്പെടുത്താൻ ഒരു ഗൂഢമായ നീക്കം കന്യാകുമാരിയും നാഗർകോവിലൊക്കെ വെട്ടിമാറ്റി അവിടെ ഒരു പുതിയ ഡിവിഷന് വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കണം. ഇത് പിൻവലിക്കുന്നത് വരെ ഒരു വിട്ടുവീഴ്ചയില്ല. പിൻവലിക്കുന്നത് വരെ, റെയിൽവേ സോണിൻ്റെ ആവശ്യം ഉന്നയിക്കുന്നത് നടപ്പിലാക്കുന്നത് വരെ ഈ സമരം അതിശക്തമായി തന്നെ തുടരും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനു പിന്നാലെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനും വെട്ടിമുറിക്കാനുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര റെയിൽവേ ബോർഡ് കടക്കുന്നു എന്ന രീതിയിലുള്ള ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. ഈ വാർത്തയിൽ ഇപ്പോൾ പാലക്കാട് MP VK ശ്രീകണ്ഠൻ പ്രതികരിക്കുകയാണ്. MP, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന വിവരങ്ങളാണ്. തിരുവനന്തപുരം കൂടി വെട്ടിമുറിക്കുന്നു, പകരം തമിഴ്നാട്ടിലേക്കൊരു പുതിയ ഡിവിഷൻ നാഗർകോവിൽ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിലേക്ക് പോകും. തിരുവനന്തപുരത്തിന് വരുമാനം ലഭിച്ചിരുന്ന നാഗർകോവിൽ, കന്യാകുമാരി ഭാഗങ്ങളും പോകുമെന്നുള്ളതാണ് അറിയുന്നത്. ഒരു രീതിയിലുള്ള ചർച്ച നടത്താതെയുള്ള തീരുമാനത്തിലേക്കാണ് റെയിൽവേ പോകുന്നത്. ഈ കേന്ദ്ര ഗവൺമെൻറ് BJPയുടെ നേതൃത്വത്തിൽ ഏതാനും വർഷങ്ങളായി നമുക്ക് രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ആ ഭിന്നിപ്പ് ഭരണപരമായ പല കാര്യങ്ങളിലും പ്രകടമാണ്, പാർലമെൻറ്റിൽ പ്രകടമാണ്. അതുപോലെ പല സ്റ്റേറ്റിൻ്റെയും അധികാരം കവരുന്ന കാര്യത്തിൽ ഈ ഫെഡറൽ തത്വങ്ങളെയും സംവിധാനങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തി ഭരണഘടനാ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അധികാരം കിട്ടിയപ്പോൾ ഭൂരിപക്ഷമുണ്ടെന്നുള്ള അഹന്തയാണ് ഇവരെ കീഴടക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ റെയിൽവേ മന്ത്രാലയത്തിന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ദുരുദ്ദേശപരമായിട്ടുള്ള വിനിയോഗം നടത്തുന്നത്. ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ്റെ കാര്യം, കേരളത്തിലൊരു സോണ് വേണമെന്ന് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. അത് പരിഗണനയിൽ ഇരിക്കുകയാണ്. എല്ലാ അർഹതയും ഈ കാര്യത്തിലുണ്ട്. കാരണം ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് വരുമാനമുണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. വെറുതെ ചോദിക്കുന്നതല്ല. അപ്പോൾ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? GM ഓഫീസ് ചെന്നൈയിലാണ്. പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെയാണ്. അത് കാലാനുസൃതമായൊരു മാറ്റം, ഭരണപരമായിട്ടുള്ളൊരു പരിഷ്കാരം നടത്തുമ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും പരിഗണിക്കണ്ടേ? ഇവിടുത്തെ 3.25 കോടി ജനങ്ങളുടെ അഭിപ്രായം മുഖവിലക്കെടുക്കണ്ടേ? ജനപ്രതികളുമായിട്ട് ആലോചിക്കണ്ടേ? ഇത്തരത്തിലൊന്നുമില്ലാതെ നിഗൂഢമായി ഒരു രാത്രി ഉത്തരവിറക്കുകയാണ്. ചരിത്രത്തിലാദ്യമാണ്. ഇത് അർദ്ധരാത്രിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് ഈ രാത്രി പ്രഖ്യാപിച്ച ഈ ഒരു ഉത്തരവ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം 13-ാം തീയതി വരെ പാർലമെൻ്റ് ഉണ്ട്. കേരളത്തിൽ നിന്ന് 2 പാർലമെൻറ്റ് അംഗങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട്. ഞാൻ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലുണ്ട്. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ആ യോഗം കൂടുന്നത് 3-4 മാസം കൂടുമ്പോഴാണ്. പക്ഷെ പാർലമെൻറ്റ് കൂടുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും മന്ത്രിയെ നേരിട്ട് പല ആവശ്യത്തിനും പോയി കണ്ടതാണ്. പല ആവശ്യങ്ങളും ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇങ്ങനൊരു സൂചന പോലും മന്ത്രി നൽകിയില്ല. ഇതേ മന്ത്രി 2 വർഷം മുമ്പ് ഈ കാര്യം ഉയർന്നു വന്നപ്പോൾ, ആശങ്കയുണ്ടായപ്പോൾ, ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ പാർലമെൻറ്റ് പറഞ്ഞ മറുപടി രേഖകളിലുണ്ട്. പുതിയ ഒരു ഡിവിഷനും ആലോചിക്കുന്നില്ല. പ്രത്യേകിച്ച് പാലക്കാട് ഡിവിഷൻ വെട്ടിമാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രചരണം തെറ്റാണ്. പക്ഷേ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയാണ്, കർണാടകയിൽ നിന്നുള്ള ആളാണ് ഇത് അവിടെ പ്രഖ്യാപിച്ചത്. ഇങ്ങനെ നീക്കം, ഇത് ഇങ്ങനെ ആലോചിക്കുന്നു, പുതിയ മംഗലാപുരം ഡിവിഷൻ വരുന്ന. പക്ഷേ ഇപ്പോൾ വിചിത്രമായി തോന്നുന്നു, ഇന്ത്യയിലെവിടെയും ഒരു ഡിവിഷൻ വിഭജിക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു പുതിയ ഡിവിഷൻ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ആ ഡിവിഷന് ചുറ്റുമുള്ള കുറച്ച് സ്ഥലങ്ങൾ അതിൽ ആഡ് ചെയ്യണം. പക്ഷെ അങ്ങനെ ഒരു ഡിവിഷനും വന്നിട്ടില്ല. അപ്പോൾ ഒരു പുതിയ ഡിവിഷനും വിഭജിക്കാതെ, ഒരു പുതിയ ഡിവിഷനും ആരംഭിക്കാതെ എന്തിനു വേണ്ടി പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ചു എന്നുള്ള ചോദ്യത്തിന് ആൻസറില്ല. കേന്ദ്രമന്ത്രി പറയുന്നത് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ കേന്ദ്രമന്ത്രി അറിഞ്ഞിട്ടില്ലേ? റെയിൽവേ മന്ത്രാലയം എന്ന് വെച്ചാൽ വെള്ളാനയാണോ? ഇനി ഈ മംഗലാപുരം വെട്ടിമാറ്റി റെയിൽവേക്ക് വല്ല മെച്ചമുണ്ടോ? റെയിൽവേക്ക് മൈസൂരിലാണെങ്കിലും പാലക്കാടാണെങ്കിലും ഒരുപോലെയാണ്. പക്ഷേ കേരളത്തിന് വലിയ നഷ്ടമാണ്. ഏകദേശം 800-900 കോടി അവിടുത്തെ ചരക്ക് ഗതാഗതത്തിൻ്റെ പേരിലും യാത്രക്കാരുടെ പേരിലും കേരളത്തിനും പാലക്കാട് ഡിവിഷനും നഷ്ടപ്പെടുകയാണ്. അത് കേരളത്തിന് സ്റ്റേറ്റ് എടുക്കാനല്ല, പക്ഷേ ഈ വരുമാനത്തിൻ്റെ ആനുപാതികമായിട്ടാണ് അടുത്ത ഘട്ടം വികസന പദ്ധതികൾക്ക് ഫണ്ട് വയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 800 കോടിയോ 900 കോടിയോ കുറഞ്ഞാൽ എത്രമാത്രം ഗണ്യമായി കുറയും. അതും മാത്രമല്ല,
1000-ഓളം വരുന്ന ജീവനക്കാരുണ്ട്, TTമാരുണ്ട്, ഗാർഡുമാരുണ്ട്, ലോക്കോ പൈലറ്റുമാരുണ്ട്, അതിനോടനുബന്ധിച്ച് മംഗലാപുരത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. ഈ മലയാളികൾ മുഴുവൻ എവിടേക്ക് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റപ്പെടും. എന്താ കാരണം? മൈസൂർ ഡിവിഷൻ്റെ ഭാഗമായ പിന്നെ പാലക്കാടിന് എന്താ റോള്? മൂന്നാമത്തെ കാര്യം, കേരളത്തെ യാത്രക്കാരെ ബാധിക്കുന്ന 83-ലധികം ലോങ് റണ്ണിങ് ട്രെയിനുകളും ഏകദേശം 25-ഓളം പാസഞ്ചർ ട്രെയിനുകളും മംഗലാപുരത്ത് നിന്നാണ് ഓപ്പറേഷൻ നടക്കുന്നത്. മംഗലാപുരത്ത് നിന്ന് ഓപ്പറേഷൻ നടന്നത് പാലക്കാട് ഡിവിഷൻ്റെ കീഴിലാണ്. ഇത് മൈസൂരിലേക്ക് മാറിയാൽ പാലക്കാട് ഡിവിഷൻ്റെ കീഴിൽ ഒരു ട്രെയിനും ഓപ്പറേറ്റ് ചെയ്യാല്ലാത്ത ഈ ഇന്ത്യയിലെ ഏക ഡിവിഷനായിട്ട് പാലക്കാട് മാറും. അപ്പോൾ വരുമാന നഷ്ടം ഉണ്ടാവും. ഇനി വികസന നഷ്ടം, പ്ലാറ്റ്ഫോമിനൊരു കൂര ഉണ്ടാക്കണമെങ്കിൽ, അവിടെ ഒരു ടൈൽ വിരിക്കണമെങ്കിൽ, അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കണമെങ്കിൽ ആരുടെ അനുമതി വേണം? GMൻ്റെ അനുമതി വേണം. ഇവിടെ നടക്കില്ല. കാരണം പാലക്കാട് ഡിവിഷനിൽ വരുമാനമില്ലാത്ത ഒരു ഡിവിഷനായി മാറുകയാണ്. അപ്പോൾ മനഃപൂർവ്വം ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി BJPയുടെ ചട്ടുകമായി റെയിൽവേ ബോർഡ് മാറിയിരിക്കുന്നു. BJPയുടെ ചട്ടുകം. കർണാടകയിലെ BJPക്കാർ ആവശ്യപ്പെട്ട് അടുത്ത ഇലക്ഷൻ വരുന്നു, അതിനു മുമ്പ് എന്തെങ്കിലും ഗിമ്മിക്സ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. കേരളത്തിൽ ഇനി ക്ലച്ച് പിടിക്കില്ലെന്ന് മനസ്സിലായി. കഴിഞ്ഞ ഇലക്ഷനോടുകൂടി 60 സീറ്റ് കിട്ടും, 50 സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് പോലും കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിഗണനയില്ല. കാരണം എന്താ? കേരളത്തിൽ ഇനി രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാകില്ല. അവരുടെ വിലയിരുത്തലാണ്. കേരളത്തിലെ നേതാക്കന്മാർ മുഴുവൻ മിണ്ടുന്നില്ല. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ തിരുവനന്തപുരം കൂടി വെട്ടിമുറിക്കാനുള്ള നീക്കം. അതായത് കർണാടക ആവശ്യപ്പെട്ടത് നടപ്പിലാക്കുന്നത് അടുത്ത ഇലക്ഷനിലാക്കുക. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ഒരു സന്ദേശമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം റെയിൽവേ വിഭജിക്കുന്നത് ചരിത്രത്തിലാദ്യമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ മുതലെടുപ്പ് കർണാടകയിലും വേവില്ല. കാരണം അവിടെ DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ ഗവൺമെൻറ് മുന്നോട്ട് പോവുക, ജനപ്രിയ ഗവൺമെൻറ്. അവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും BJPക്ക് ചെയ്യാൻ കഴിയില്ല. കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല. അപ്പോൾ ഒന്ന് മനസ്സിലായി, ഇനി അടുത്ത ലക്ഷ്യം തമിഴ്നാടും കൂടിയാണ്. തമിഴ്നാടിൽ പുതിയ രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അവിടെയും ഈ റെയിൽവേയെ ദുരുപയോഗപ്പെടുത്താൻ ഒരു ഗൂഢമായ നീക്കം കന്യാകുമാരിയും നാഗർകോവിലൊക്കെ വെട്ടിമാറ്റി അവിടെ ഒരു പുതിയ ഡിവിഷന് വേണ്ടി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 2 ഡിവിഷനുള്ള കേരളം വെട്ടിലാകുകയാണ്. കേരളത്തിന് കിട്ടിയ ഇരുട്ടടിയാണ്. കേരളത്തിലെ ജനങ്ങൾ 3 കോടിയിലധികം വരുന്ന ജനങ്ങൾ BJPയിൽ ഇനി ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ ഉപേക്ഷിക്കാൻ ഇവർ തീരുമാനിച്ചു. കേരളത്തിൻ്റെ റെയിൽവേ വികസനം, തിരുവനന്തപുരം ഷൊർണൂർ 3-ാം പാത വർഷങ്ങളായിട്ടുള്ള ആവശ്യം നടന്നിട്ടില്ല. നിലമ്പൂർ നഞ്ചങ്കോട് പാത നടന്നിട്ടില്ല. കോഴിക്കോട് നിന്ന് മൈസൂരിലേക്കുള്ള പാത നടന്നിട്ടില്ല. ശബരി റെയിൽവേ നടന്നിട്ടില്ല. കോച്ച് ഫാക്ടറി 13 വർഷം മുമ്പ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് കോച്ച് ഫാക്ടറി വേണ്ട, മറ്റെന്തെങ്കിലും റെയിൽവേയുടെ ഒരു വ്യവസായം തുടങ്ങി കുറച്ച് പേർക്ക് ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ അതും പരിഗണനയിലില്ല. അപ്പോൾ കേരളത്തിൻ്റെ റെയിൽവേ ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഈ BJP സർക്കാർ ഉള്ളിടത്തോളം കാലം നീതി കിട്ടും ഞങ്ങൾക്ക് ഉറപ്പില്ല. ഈ ഡിവിഷൻ, തിരുവനന്തപുരം ഡിവിഷൻ കൂടെ വിഭജിച്ചാൽ കേരളം വട്ടപൂജ്യവും റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ. വരുമാനമില്ലാത്ത 2 ഡിവിഷൻ, സ്വാഭാവികമായിട്ടും അവിടെ ഒരു വികസന പദ്ധതി വരില്ല. സോൺ എന്നുള്ള ആവശ്യം ഒരു കാലത്തും പരിഗണിക്കപ്പെടില്ല. ഭാവിയിൽ പാലക്കാട് ഒരു ട്രെയിൻ പോലും പുറപ്പെടാത്ത, ഒരു ഓപ്പറേഷനും നടക്കാത്ത, ജീവനക്കാരില്ലാത്ത ഒരു ഡിവിഷൻ പൂട്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ കേരളത്തിൽ ഭാവി റെയിൽവേ വികസനം അസാധ്യമാകുന്ന അവസരത്തിലെത്തും. ഇത്രയും പെട്ടെന്ന് പ്രതിഷേധത്തിലേക്ക് കടക്കുക. പാർലമെന്റ് ഈ പ്രതിഷേധം പാലക്കാട് ഡിവിഷൻ ആസ്ഥാനത്ത് നടത്തിയ പ്രതിഷേധം കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും MP-മാരും MLA-മാരും ഒക്കെ പങ്കെടുത്തതാണ്. ഇതൊരു തുടക്കമാണ്. ഓണം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ നിരാഹാരം ഇരുന്ന് സമരം നടത്തിയത് തന്നെ ഈ സമരത്തിൽ നിന്നും ഒരു കാരണവശാലും പുറകോട്ട് പോവില്ല എന്നുള്ള സന്ദേശം റെയിൽവേ അധികാരികൾക്ക് കൊടുക്കാനാണ്. ഇത് മനസ്സിലാക്കി തിരുത്തിയില്ലെങ്കിൽ ഈ ജനാധിപത്യ വിരുദ്ധ നടപടി, ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന നടപടി, ഒരു സ്റ്റേറ്റിൻ്റെ റെയിൽവേ വികസനത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന നടപടി, അർദ്ധരാത്രി ഇറക്കിയ ഉത്തരവ്, അത് പിൻവലിക്കുന്നത് വരെ ശക്തമായ സമരമാണ്. കേരളം മുഴുവൻ ഈ സമരം വ്യാപിപ്പിക്കും, ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കും. റെയിൽവേ മന്ത്രാലയത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ജനപ്രതിനിധികൾ സമരം ചെയ്യും. ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കണം. ഇത് പിൻവലിക്കുന്നത് വരെ ഒരു വിട്ടുവീഴ്ചയില്ല. പിൻവലിക്കുന്നത് വരെ, റെയിൽവേ സോണിൻ്റെ ആവശ്യം ഉന്നയിക്കുന്നത് നടപ്പിലാക്കുന്നത് വരെ ഈ സമരം അതിശക്തമായി തന്നെ തുടരും. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ ആർക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.